ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗിന്റെ ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് ഞാൻ ഓണത്തിനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഞാൻ വില ചോദിച്ചപ്പോൾ അതൊരു 20,000 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ബഡ്ജറ്റിലൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഇപ്പോൾ പട്ടാമ്പി പോണത്. അറിയില്ല, രാവിലെ മുതൽ ഞാൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ലേറ്റ് ആവാനുള്ള ഒരൊറ്റ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആ കാരണം ഇവനാണ്. ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ പോലും ഇവനൊരു ഉത്തരവാദിത്തമില്ല ഗൈസ്. അങ്ങനെ കൃത്യം രാവിലെ 10 മണിക്ക് ഇറങ്ങാൻ നിന്ന ഞാൻ വൈകുന്നേരം 4:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് ഞാൻ 10th വരെ പഠിച്ച സ്കൂളാണ് ഗൈസ്. പട്ടാമ്പിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു സ്കൂളിന്റെ ബാക്ക് വശാണിത്. യെസ്, സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം പട്ടാമ്പി. ഇവിടെയാണ് ഞാനും എൻ്റെ അനിയനും 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ ജീവിതം ഹോമിച്ചത്. ഇത് പട്ടാമ്പി പുതുതായിട്ട് വന്നൊരു ഷോപ്പായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇവിടെ നിന്ന് തന്നെ നോക്കാം. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും ഇവിടെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ പോകട്ടോ. കേട്ടോ, എന്ത് ചെയ്യാനാ, പെണ്ണുങ്ങളുടെ ഭരണമായി പോയി ഈ ലോകത്ത്. എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഓൾറെഡി തിരക്ക് വന്നിരിക്കുന്നു ഗൈസ്. ഈ മെറ്റീരിയലിൽ ഇത്ര വലിയ കസവ് വരുന്നില്ല. ആണോ? ഇതായിരുന്നു എനിക്ക് ഇത്ര വലിപ്പമുള്ള കസവായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഇതിൽ ഇങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇത് ടിഷ്യൂ ആണ് തോന്നുന്നു അല്ലേ, എന്തോ കുറച്ച്. പിന്നെ അവിടെയുള്ള ഒരുവിധം എല്ലാ കസവിൻ്റെ മെറ്റീരിയലും ഞാൻ അരിച്ചു പെറുക്കി നോക്കി. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ സാധനം വന്നിട്ടില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല. നോക്കിയ പോലത്തെ ഗ്രീനാണ്, പക്ഷേ ഈ പ്രിന്റ് അല്ല വേണ്ടത്. അപ്പോഴാണ് എൻ്റെ അനിയൻ പറഞ്ഞത് നമുക്ക് കുന്നംകുളം കൽപ്പകയ്ക്ക് പോവാന്ന്. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? പിന്നെ ഈ കാണുന്നതാട്ടോ പട്ടാമ്പി കുത്തി ഒലിച്ച് ഒഴുകിയ പുഴ. ഇപ്പം ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 2ാമത്തെ കടയിൽ വന്നു. ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടുമോന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ലാസ്റ്റ് അവിടെ തന്നെ പോയി എടുക്കേണ്ടി വരും. എന്തായാലും വായോ. ഇവിടെ നമുക്ക് കിട്ടണില്ല തോന്നുന്നു. നമ്മൾ അടുത്ത കടയിൽ പോകേണ്ടി വരും. എനിക്ക് വയ്യാണ്ടായി കേട്ടോ. എനിക്ക് ആകെ പൊടിയൊക്കെ അടിച്ചിട്ട് തീരെ വയ്യാണ്ടായി. എൻ്റെ അമ്മ ഈ വ്ളോഗ് കാണുമ്പോൾ മിക്കവാറും എന്നെ അടിച്ചു കൊല്ലുമായിരിക്കും. ഇനി അടുത്തതായി ഞങ്ങൾ 3ാമത്തെ കടയിൽ പോവാണ് ഗൈസ്. മൂന്നാമതായി ഞാൻ പോയത് കുന്നംകുളത്തുള്ള കല്യാൺ സിൽസിലാണ്. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടപ്പോൾ എനിക്ക് തോന്നി അവിടെ ഉണ്ടായിരിക്കും എന്ന്. പിന്നെ എനിക്ക് അത്യാവശ്യം ടയേർഡായ കാരണം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ ഫൈനലി എനിക്ക് വിചാരിച്ച മോഡലൊന്നും കിട്ടിയില്ലെങ്കിലും ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നിക്കുന്ന ഒരു സാധനം കിട്ടി. ഒരു 980 റുപ്പീസിനാണ് എനിക്ക് മെറ്റീരിയൽ കിട്ടിയത്. അത് കിട്ടിയ സന്തോഷത്തിൽ ഞാനും എൻ്റെ അനിയനും കുറച്ച് മിറർ സെൽഫീസ് എടുക്കുമായിരുന്നു. മിറർ സെൽഫി അല്ല, വീഡിയോസ്. പിന്നെ ആ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി. കാരണം മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ വീട്ടിലോട്ട് എത്തണമല്ലോ. അത്രയും നേരം ടയേർഡായിരിക്കുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് തെളിഞ്ഞു ഗൈസ്. ജോസിന് ഒരു നേരത്തെ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു പോലെ അവസരം മുതലാക്കുകയാണിത്. പക്ഷേ സത്യം പറയാലോ വയ്യാണ്ടായി. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എൻ്റെ അനിയൻ എൻ്റെ അടുത്ത്, ഞാനിപ്പോൾ ഫുഡ് വാങ്ങിച്ചു കൊടുത്തല്ലോ, ഫുഡല്ല കടിയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലോ, അവൻ എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ പൈസ കൊടുക്കണമെന്ന്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഹ്യൂമൻ അലക്സയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ബൈ.